ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കമലഹാസൻ്റെ തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. മണിരത്നം, STR, AR റഹ്മാൻ ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണെന്ന് തോന്നുന്നു. പക്ഷേ മണിരത്നത്തിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ബ്രഹ്മാണ്ഡമാക്കാണ്ട് അതിലൊരു സിംപ്ലിസിറ്റി ഉണ്ടാവും, ഒരു ചെറിയ കഥകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു നൈസ് പരിപാടിയൊക്കെ ആയിരിക്കും മണിരത്നത്തിൻ്റെ ഒരു സ്റ്റോറിക്ക്. അതും കമലഹാസൻ്റെ പിന്നെ പറയണ്ടല്ലോ, സിനിമയ്ക്ക് എൻസൈക്ലോപ്പീഡിയ ഇന്ത്യൻ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ കമലഹാസനാണ്. അപ്പോൾ STR ഉണ്ട്. കുറേ വർഷം 2 കൊല്ലത്തിന് മുന്നേ ഇത് ഒരു ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി, ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടീസർ നമ്മൾ റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വലിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. ഇനി മുതൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ വർക്കാൻ ട്രൈ ചെയ്യാം ഗായ്സ്. സോ ലെറ്റ്സ് ഡോണ്ട് മേക്ക് ഇറ്റ് വെയിറ്റിംഗ്. നമുക്കിപ്പോൾ തഗ് ലൈഫിൻ്റെ ട്രെയിലർ ലോഞ്ച് നടന്നു കഴിഞ്ഞു. ഒഫീഷ്യൽ ട്രെയിലർ ഇസ് ഹിയർ ഗൈസ്. ഐ തിങ്ക് ഇറ്റ്സ് റെക്കോർഡ്. യാ, ഓക്കെ, ലെറ്റ്സ് പ്ലേ ഇറ്റ് ഗൈസ്. മാർഷൽ ആർട്സാ யமங்கிட்ட இருந்து என்ன மீட்டு எடுத்தவன். உன் தலை எழுத்தையும் என் தலை எழுத்தையும் ஒன்னா எழுதி வச்சுட்டான். இனிமே நீ நானும் ஒண்ணு கடைசி வரைக்கும். நான் 8 அடி பாஞ்சா நீ 18 16. சரி கணக்கு புள்ள. உள்ள இருந்து நான் பாத்துக்கிட்டு இருப்பேன், வெளியே அமரம் பாத்துக்குவான். அமரம் தான் எல்லாத்தையும் பார்த்து பண்ணா நான் என்ன இதுக்கா? எனக்கு ஏதோ சரியா படல, நீங்க இப்ப போக வேண்டாம். மேடம், சேட்டா I am your only Adam. അവർ നമ്മ വീട് തേടി വരാതെ നാം അതാ കയ്യിലെടുത്തുക്കണം. இனிமே இங்க நான் தான் ரங்கராய சக்திவேல். ഭയങ്കരമായ ഐഡിയ. இது எவனுக்கும் எனக்கும் நடக்கிற கதை. நீயா நானா? തകർക്കും ഗൈസ്. ദിൻവലി നായക മോനെ മോനെ മോനെ, പൊളി സാധനം, ഒന്നും പറയാനില്ല ഗൈസ്. ഗൈസ് ഗൈസ് എന്തോ ഒരു, എനിക്ക് തോന്നുന്നത് STR വന്നിട്ട് കമലഹാസൻ തത്തെടുത്ത മകനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങേര് ഒരു വലിയ ഗുണ്ടയാണ്, തഗ്ഗാണ്. അപ്പോൾ അങ്ങേരുടെ തഗ് ലൈഫ് ജീവിതം തുടരാനായിട്ട് വരുന്നതാണ് STR. പിന്നെ അതിൻ്റെ നടുക്ക് നടക്കുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഈ ഇടയിൽ തൃശ ഈ മുന്നത്തെ നല്ല ആക്ട്രസ്സാണ്, അവരുടെ പേര് മറന്നു. കുറേ സിനിമകളൊക്കെ ഉണ്ട്. അവരുടെ അവിടെ ലിപ് ലോക്കൊക്കെ കമലഹാസൻ ലോങ് ഡേ ബാക്ക് റിട്ടേൺ ടു ലിപ് ലോക്ക് സീൻസ്. ഇന്ത്യൻ സിനിമയ്ക്ക് ലിപ് ലോക്ക് കൊണ്ടുവന്ന, അതായത് തമിഴ് സിനിമയ്ക്ക് ലിപ് ലോക്ക് കൊണ്ടുവന്ന ഒരാളായിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഗെയിൻ ദ ഓൾഡ് ഏജ് നെവർ ഗെറ്റ്സ് ഓൾഡ് എന്ന്. സോ അങ്ങനെ തൃശ്ശയിൻ്റെ കൂടെ ഒരു ഇത്. പക്ഷേ നേരത്തെ വന്ന പാട്ട്, മറ്റേ കല്യാണത്തിൻ്റെ പാട്ടിൽ അതിൽ വന്ന് തൃശ്ശ, ഞാൻ വിചാരിച്ചു സിംബുവിൻ്റെ ഒപ്പമാണെന്ന്. തൃശ്ശയ്ക്കും കമലഹാസനും എങ്ങനെയാണ് പേര് വയ്ക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. ബട്ട് സംതിങ് ഫിഷി. ഞാൻ താണും നേടം, നാം താണും നേടം, അങ്ങനെ നമുക്ക് പറയുന്നുണ്ട്. മാഡം നാം താണും നേടം അറിയില്ല ഗൈസ്, നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ബട്ട് എനിവേ ട്രെയിലർ ലുക്സ് നൈസ്.
ബട്ട് നോക്കാം. മണിരത്നൻ്റെ ഒരു ടച്ച്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയി, ഇടയിൽ കൂടെ ഒരു മെലഡി കൂടെ ഒരു കാർ ഡ്രിഫ്റ്റ് STR കൂടെ വന്നപ്പോൾ രോമാഞ്ചം വന്നു എനിക്ക്. AR റഹ്മാൻ അത് മണിരത്നത്തിൻ്റെ ഒരു കോംബോ. കമലഹാസൻ, AR റഹ്മാൻ, മണിരത്നം, ഇവർ 3 പേരിൻ്റെ ഒരു സ്പെഷ്യൽ ഹിറ്റാണത്. അത് എന്താണെന്ന് അത് പറയാൻ പറ്റില്ല. അത് അങ്ങനെ അവരിൻ്റെ ഒരു ഇതാണ്. ശങ്കറും AR റഹ്മാനും പോയി വെയ്യ അവർക്ക്. പിന്നെ കോംബോ ഒരു ജമയില്ലാണ്ടായി. മറ്റേ എന്തിരൻ 2 കഴിഞ്ഞെന്ന് തോന്നുന്നു എനിക്ക്. എന്തിരൻ 1 വേറെ ലെവലാണ്. പക്ഷെ അത് ഇപ്പോൾ മണിരത്നത്തിൻ്റെ കൂടെ എല്ലാ സിനിമയും മണിരത്നത്തിൻ്റെ ഹിറ്റാണ്. മണിരത്നത്തിൻ്റെ AR റഹ്മാനെ കൊണ്ടുവന്ന മണിരത്നമാണ്. അപ്പോൾ പിന്നെ പൊളി തന്നെ ആയിരിക്കും. അതിനുവേണ്ടി ഫുൾ എഫർട്ട് ഇടും ചങ്ങായി. നോക്കാം. പൊന്നിയൻ സെൽവനിൽ എനിക്ക് വലിയ മ്യൂസിക്കിൽ ചെറിയ 1-2 പാട്ടുകൾ ഫേവററ്റ് ആയിരുന്നു. എല്ലാം ഒന്നും വലിയ ഫേവററ്റ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ നൈസായിരുന്നു. എല്ലാം കേട്ടിട്ട് വെറുതെ ഇരിക്കാം. പക്ഷെ ഒരു ഫീല് വന്നിട്ട് ഇതിൽ നല്ലൊരു ഫീലിംഗ് ആയിട്ട് വരുന്ന സോങ് ഉണ്ട്. പക്ഷെ എനിക്ക് ഫസ്റ്റ് സോങ് വന്നത് എനിക്ക് വലിയൊരു ഇതായില്ല. പാട്ടിനും ലിറിക്സിനും ഒരു മാച്ച് ഇല്ലാത്തവരുണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. ബട്ട് നൈസ് ഗൈസ്, ലെറ്റ്സ് വാച്ച്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഇറങ്ങുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ സൗദിയിലാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയാൽ നമ്മൾ കൊണ്ടുവരാം റിവ്യൂ. ഓക്കെ, ഇല്ലെങ്കിൽ OTT വരുമ്പോൾ കാണാം. എനിക്ക് വേറെ വഴിയില്ല ഗൈസ്. ഇവിടെയൊക്കെ സിനിമയ്ക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് തിയേറ്റർ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് 40 കിലോമീറ്ററാണ്. അതിന് നമുക്ക് വണ്ടിയൊന്നുമില്ല. അപ്പോൾ ടാക്സിയൊക്കെ വിളിച്ച് പോകണം. ടാക്സി വിളിച്ച് പോയാലോ ടാക്സിക്ക് 60 റിയാൽ വരും. ടിക്കറ്റ് 40 റിയാൽ, 100 റിയാൽ, 2000 രൂപയ്ക്ക് ഞാൻ ഇപ്പോൾ സിനിമ കണ്ടിട്ടാണ്. ദാരിദ്ര്യമാണ് ബോയ്സ് ആൻഡ് ഗേൾസ് ഗൈസ്, ദാരിദ്ര്യമാണ്. അത്രയ്ക്ക് ഫെസിലിറ്റി ഇല്ല. ബട്ട് ഇവിടെ നമുക്ക് TV ഉണ്ട്, നല്ല സെറ്റപ്പ് ഉണ്ട്. OTT വന്നാൽ കാണാം. OTT കൊടുക്കാനുള്ള അത്ര പൈസ ഉണ്ട്. അതിൽ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനിൽ കാണാമല്ലോ. ചിലപ്പോൾ OTT സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേറെ വഴിയിലും കാണും. പക്ഷെ OTT സബ്സ്ക്രൈബ് മസ്റ്റാണ്. ചിലപ്പോൾ നെറ്റിൻ്റെ പരിപാടികളൊക്കെ ആയാലും അങ്ങനെ ആയിരിക്കും. ഓക്കെ ഗൈസ്, ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം. അതുവരെ ബൈ ബൈ, ടാറ്റ, സീ യു, ഗുഡ് നൈറ്റ്.